തലേന്നത്തെ വൈറ്റ് റൈസ് ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് നമുക്കിത് ഇതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ട് ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇതെല്ലാം ആഡ് ചെയ്തു എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, ഒരു പച്ചമുളക്, പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഞാൻ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. വഴണ്ട് വരുന്നത് വരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ. സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം വഴണ്ട് വന്നു. അതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്, റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര മുട്ട വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇനി മുട്ട പൊട്ടിച്ചൊഴിച്ചതും വെജിറ്റബിൾസ് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ മുട്ട ചിക്കി കോലത്തിലാണ് വരേണ്ടത്. അപ്പോൾ ചിക്കി ആവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് എഗ്ഗും വെജിറ്റബിൾസും എല്ലാം വെന്തു. അതിലേക്ക് നമ്മൾ തലേന്നത്തെ വൈറ്റ് റൈസ് ആഡ് ചെയ്തു. എന്നിട്ട് വൈറ്റ് റൈസും മുട്ട ചിക്കിയതും വെജിറ്റബിൾസും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ബീൻസോ ക്യാപ്സിക്കോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് സോയാ സോസും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മളുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി.